നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വാർഡുകളിലൂടെ ഒരു യാത്ര. തിരൂർ നഗരസഭ 2025 തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ പ്രോഗ്രാം. വാർഡ് 17. വാർഡ് 17 കോരങ്ങത്ത് മുതൽ പഴങ്കുളങ്ങര, വാര്യത്തറ, മുത്തൂർ, ദേശബന്ധു വായനശാല വരെ നീണ്ടുകിടക്കുന്ന വാർഡ് 17 UDF സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിൽ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയും LDF സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ അബ്ദുസലാം പൊക്ലാശ്ശേരിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാർ അടയാളത്തിൽ ബഷീർ ബാദുഷാ എന്നിവരാണ് മത്സരിക്കുന്നത്. വാര്യത്തറ 17-ാം വാർഡിൽ ഞാൻ മത്സരരംഗത്ത് ഉണ്ട്. കോണി അടയാളത്തിൽ ഈ വിനീതനായ എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഓരോ വീടും കയറി ഇറങ്ങുന്നതെന്ന്. തിരൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ച ഒട്ടനവധി വികസന പദ്ധതികളുണ്ട്. അത് തുടർന്ന് ഒരുപാട് തിരൂരിൻ്റെ വികസനത്തിനും, പ്രത്യേകിച്ച് ഈ വാര്യത്തറ, ഈ തിരൂർ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന വാര്യത്തറ റോഡുകളും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളും ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയാണ് ആളുകൾക്ക്. വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ച് പറഞ്ഞയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിരൂരിൻ്റെ വികസനത്തിന് നമുക്കറിയാം, ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡ്, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ അച്ചുട്ടി റോഡ്, കഴിഞ്ഞ ഗവൺമെൻറ് UDF ഗവൺമെൻറ് ഇവിടെ 4 ഹെൽത്ത് സെൻ്ററുകൾ, 3 അർബൻ ഹെൽത്ത് സെൻ്ററുകളും ഒരു ആയുർവേദ ഡിസ്പെൻസറിയും ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഒട്ടേറെ കാലം ഈ വെള്ളക്കെട്ട് കൊണ്ട് വർഷക്കാലത്ത് പൊറുതിമുട്ടിയിരുന്ന ജനങ്ങൾക്ക് ആശ്വാസമായിക്കൊണ്ട് കഴിഞ്ഞ കൗൺസിൽ IP സീനത്തിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 2.25 കോടി രൂപ ചെലവഴിച്ച് ഈ കാടായിത്തോട്ടിനെ പൂർണ്ണതയിലെത്തിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഈ വർഷം കാലവർഷം വലിയ പ്രയാസമില്ലാതെ ഇവിടെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റ് റോഡ് മാർഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് എല്ലാത്തിനും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് കോണി അടയാളത്തിൽ ഈ വിനീതനായ എന്നെ വിജയിപ്പിച്ച് പറഞ്ഞേക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പതിനേഴാം വാർഡിൽ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇത്തവണ ഈ വാർഡിൽ ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യമാണുള്ളത്. നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ വാർഡിലുള്ള പിന്നോക്കാവസ്ഥ പരിഹരിച്ച് ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ തോടിന് മുകളിലുള്ള ഈ പ്രദേശത്ത് കൂടി വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്.
അപ്പോൾ ആ രീതി മാറ്റിയിട്ട് ഇത് റോഡ് ഗതാഗതത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കും. ഇതിന് തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന തോട് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. ഈ തോടിൽ നമ്മളെ ഏഴൂർ വരെയുള്ള ഭാഗം 22 വാർഡിൻ്റെ അപ്പുറത്തുള്ള മുഴുവൻ ഭാഗവും 2 കോടി ചിലവഴിച്ച് കഴിഞ്ഞ UDF കൗൺസിലിൻ്റെ കാലത്ത് നവീകരിച്ചവർ പറയുന്നത്. ഈ പ്രദേശം മാത്രം എന്ത് ചെയ്തില്ല, നവീകരണത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ പ്രദേശം കൂടി ഉൾപ്പെടെ കാടായത്തോട് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, നവീകരിക്കും. അതുപോലെ തന്നെ കോരങ്ങത്തുള്ള പകൽ വീട്, നമ്മളെ വയോജനങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഭക്ഷണം ഏർപ്പെടുത്തി മുഴുവൻ സമയം അവർക്ക് വിശ്രമിക്കാനുള്ള വിനോദത്തിലുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്താനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശം നമ്മുടെ വാര്യത്തറയിലെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ പല വീടുകളിലും വഴികൾ പോലും ഇല്ല. ഇപ്പോൾ 25 വർഷമായിട്ട് ഈ പ്രദേശത്ത് UDF കൗൺസിലർമാർ മാത്രമാണ് ജയിച്ചു പോകുന്നത്. അതിൽ തന്നെ ഭൂരിഭാഗം സമയം നമ്മുടെ മുനിസിപ്പൽ കൗൺസിൽ അധികാരത്തിലിരുന്ന് UDFകാരാണ്. ഇവിടുത്തെ MLAയും UDF ആണ്, MP UDF ആണ്. എന്നിട്ട് പോലും ആ പ്രദേശത്തുള്ള ഗതാഗത സൗകര്യത്തിന് ഒരു നല്ല ഗതാഗത സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഈ കൗൺസിലിനൊന്നും സാധിച്ചിട്ടില്ല. ആ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പരിഹാരം കാണണം. ഈ വാർഡിനെ മൊത്തം പിന്നോക്കാവസ്ഥ പരിഹരിച്ച് ഈ വാർഡിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി ശ്രമിക്കും. സഖാവ് KPൻ്റെ കാലത്തുള്ള വികസനം അല്ലാതെ ഒരു വികസന പ്രവർത്തനം ഈ വാർഡിൽ എന്ത് നടന്നിട്ടില്ല. സഖാവ് KPൻ്റെ പിൻഗാമിയായിട്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണം. എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ഒരു മോനെ പോലെ ഞാൻ ഉണ്ടാവും. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.